ചേരിചേരാ പ്രസ്ഥാനം അഥവാ നോൺ അലൈഡ് മൂവ്മെന്റ്. മുതലാളിത്ത ചേരിക്കും സോഷ്യലിസ്റ്റ് ചേരിക്കും ബദലായി രൂപം കൊണ്ട ആശയമാണ് ചേരിചേരായ്മ. മുതലാളിത്ത ചേരിയുടെയോ സോഷ്യലിസ്റ്റ് ചേരിയുടെയോ ഭാഗമാവാതെ നിലകൊണ്ട രാജ്യങ്ങളുടെ ഐക്യമാണ് ചേരിചേരാ പ്രസ്ഥാനം. ചേരിചേരാ പ്രസ്ഥാനം രൂപം കൊണ്ട വർഷം 1955. ചേരിചേരാ പ്രസ്ഥാനത്തിന് രൂപം നൽകാൻ തീരുമാനിച്ച സമ്മേളനമാണ് ബാൻഡൂങ്ങിൽ, ഇന്തോനേഷ്യ. ബാൻഡൂങ് സമ്മേളനമാണ്. ഇന്തോനേഷ്യയിലാണ് ഈ ബാൻഡൂങ് സ്ഥിതി ചെയ്യുന്നത്. ചേരിചേരാ പ്രസ്ഥാനത്തിന്റെ രൂപരേഖ തയ്യാറാക്കിയ സമ്മേളനം നടന്നത് യൂഗോസ്ലാവിയയിലെ ബ്രിയോണിലാണ് 1956. ചേരിചേരാ രാജ്യങ്ങളുടെ ആദ്യ സമ്മേളനം നടന്ന വർഷം 1961. ചേരിചേരാ രാജ്യങ്ങളുടെ ആദ്യ സമ്മേളനം നടന്ന സ്ഥലം ബെൽഗ്രേഡാണ്. സെർബിയയിലെ ബെൽഗ്രേഡിലാണ് ആദ്യ സമ്മേളനം നടന്നത്. ചേരിചേരാ നയം എന്ന ആശയം ആദ്യമായി മുന്നോട്ട് വച്ചത് വി.കെ. കൃഷ്ണമേനോനാണ് 1983 UN പ്രസംഗത്തിൽ. ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്ത രാജ്യങ്ങൾ 25 രാജ്യങ്ങളാണ്. ചേരിചേരാ പ്രസ്ഥാനം എന്ന സംഘടനയുടെ രൂപീകരണത്തിന് മുഖ്യ പങ്ക് വഹിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് ജവഹർലാൽ നെഹ്റു. ചേരിചേരാ പ്രസ്ഥാനത്തിന്റെ ശില്പി എന്നറിയപ്പെടുന്നത് ജവഹർലാൽ നെഹ്റുവാണ്. പഞ്ചശീല തത്വങ്ങളിൽ അധിഷ്ഠിതമായ സംഘടനയാണിത്. ചേരിചേരാ സമ്മേളനം നടക്കുന്നത് എത്ര വർഷത്തിലൊരിക്കലാണെന്ന് ചോദിച്ചാൽ 3 വർഷത്തിലൊരിക്കലാണ്. ചേരിചേരാ പ്രസ്ഥാനത്തിൽ അംഗമായ യൂറോപ്യൻ രാജ്യങ്ങളാണ് ബെലാറസും അസർബൈജാനും. ചേരിചേരാ സംഘടനയുടെ ആദ്യ സെക്രട്ടറി ജനറലാണ് ജോസിഫ് ബ്രാസ് ടിറ്റോ. ചേരിചേരാ പ്രസ്ഥാനത്തിൽ നിലവിലെ അംഗങ്ങൾ 120 ആണ്. അത് ബ്രിറ്റ്സുകളല്ലേ. ചേരിചേരാ പ്രസ്ഥാനത്തിന്റെ അനുബന്ധ കമ്മിറ്റികളാണ് ആഫ്രിക്ക ഫണ്ട്, അതായത് ആക്ഷൻ ഫോർ റെസിസ്റ്റിംഗ് ഇന്നവേഷൻ, കൊളോണിയലിസം ആൻഡ് അപ്പർട്ടൈഡ്. ദെൻ ആഫ്രിക്ക ഫണ്ട് കമ്മിറ്റിയുടെ ആദ്യ ചെയർമാനാണ് രാജീവ് ഗാന്ധി. ചേരിചേരാ പ്രസ്ഥാനത്തിന് സ്ഥിരം ആസ്ഥാനം ഇല്ല. ഇനി ഇവിടെ ഒരു ബോക്സിൽ നമ്മുടെ ജവഹർലാൽ നെഹ്റു പറഞ്ഞൊരു കാര്യം ഉണ്ട്. ചേരിചേരാ ലോകരാജ്യങ്ങളിൽ നിന്ന് മാറി നിൽക്കലല്ല, ലോകം അഭിമുഖീകരിക്കുന്ന പല പ്രശ്നങ്ങളിലും സജീവമായി ഇടപെടലാണ് എന്ന് പറഞ്ഞത് ജവഹർലാൽ നെഹ്റു ആണ്. ദെൻ ചേരിചേരായ്മ എന്ന ആശയത്തിന് രൂപം നൽകിയ നേതാക്കളാണ് ജവഹർലാൽ നെഹ്റു ഇന്ത്യ, ഗാമൽ അബ്ദുൽ നാസർ ഈജിപ്റ്റ്, മാർഷൽ ടിറ്റോ യൂഗോസ്ലാവിയ, അഹമ്മദ് സുകാർണോ ഇന്തോനേഷ്യ, ക്രൈമിയൻ ക്രൂമ ഹാന. തന്നെ അടുത്തിവിടെ ഒരു ബോക്സിൽ ബെർലിൻ മതിൽ നമുക്ക് നോക്കാം. 2ാം ലോക മഹായുദ്ധത്തിന് ശേഷം ജർമ്മനിയെ വിഭജിക്കാൻ തീരുമാനിച്ച സമ്മേളനമാണ് യാൾട്ട സമ്മേളനം. 2ാം ലോക മഹായുദ്ധത്തിന് ശേഷം പശ്ചിമ ജർമ്മനിയെയും പൂർവ്വ ജർമ്മനിയെയും വേർതിരിച്ച മതിലാണ് ബെർലിൻ മതിൽ. 1961 ബെർലിൻ മതിൽ പൊളിച്ചു നീക്കിയ വർഷം 1989. 1989 ബെർലിൻ മതിൽ പൊളിച്ചു മാറ്റിയിട്ടാണ് ഇറ്റലിയുടെ ഏകീകരണം. അതെ, 1989 ബെർലിൻ മതിൽ പൊളിച്ചു മാറ്റിയതിനു ശേഷം 1990 ഇറ്റലി ഏകീകരിക്കപ്പെട്ടു. ക്യൂബൻ മിസൈൽ പ്രതിസന്ധി എന്താണെന്ന് നോക്കാം. ശീതസമരത്തിന്റെ ഭാഗമായി നടന്ന ഒരു പ്രധാന സംഭവമാണ് ക്യൂബൻ മിസൈൽ പ്രതിസന്ധി. അത് 1962 നടന്നത്. ക്യൂബയിലെ കാസ്ട്രോ ഭരണകൂടത്തെ ഇല്ലായ്മ ചെയ്യുന്നതിന് US ആസൂത്രണം ചെയ്ത ഓപ്പറേഷനാണ് ഓപ്പറേഷൻ മംഗൂസ്. US ആക്രമണങ്ങളെ പ്രതിരോധിക്കുന്നതിനും ക്യൂബൻ പിന്തുണയ്ക്കായി ക്യൂബയിൽ ആണവ മിസൈലുകൾ വിന്യസിച്ച രാജ്യമാണ് USSR 1962. ഇതിനെ തുടർന്ന് USA-യുടെ സോവിയറ്റ് യൂണിയനും തമ്മിലുണ്ടായ പ്രതിസന്ധി അറിയപ്പെടുന്നതാണ് ക്യൂബൻ മിസൈൽ പ്രതിസന്ധി. ഇനി പശ്ചിമേഷ്യ. 1ാം ലോക യുദ്ധം വരെ പാലസ്തീൻ ഉൾക്കൊള്ളുന്ന പ്രദേശം ഏത് സാമ്രാജ്യത്തിന്റെ ഭാഗമായിരുന്നു? തുർക്കിയുടെ ഭാഗമായിരുന്നു. 1ാം ലോക യുദ്ധത്തിൽ തുർക്കി പരാജയപ്പെട്ടതോടെ പാലസ്തീൻ ഉൾക്കൊള്ളുന്ന പ്രദേശം ഏത് രാജ്യത്തിന്റെ നിയന്ത്രണത്തിലായി? ബ്രിട്ടന്റെ നിയന്ത്രണത്തിലായി. 1ാം ലോക യുദ്ധത്തിൽ ജൂതർ നൽകിയ സേവനത്തിനു പ്രത്യുപകാരമായി പശ്ചിമേഷ്യയിൽ അവർക്ക് സ്വന്തമായ ഒരു രാജ്യം അനുവദിക്കണമെന്ന് പ്രഖ്യാപിച്ച ബ്രിട്ടീഷ് വിദേശകാര്യ സെക്രട്ടറിയാണ് ആർതർ ബാൽഫറിന്റെ ഈ പ്രഖ്യാപനം അറിയപ്പെടുന്നത് ബാൽഫർ പ്രഖ്യാപനം എന്നാണ്. ഇതിനടുത്ത് എന്താണ് സിയോണിസ്റ്റ് പ്രസ്ഥാനം നോക്കാം. ജൂതർക്കായി ഒരു പ്രത്യേക രാഷ്ട്രം രൂപീകരിക്കണം എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പ്രസ്ഥാനമാണ് സിയോണിസ്റ്റ് പ്രസ്ഥാനം. സിയോണിസം എന്ന ആശയം ആദ്യമായി അവതരിപ്പിച്ചത് തിയോഡർ ഹെർഷലാണ്. ജൂതരാഷ്ട്രം എന്ന ആശയം മുന്നോട്ട് വച്ച തിയോഡർ ഹെർഷലിന്റെ പുസ്തകമാണ് ദി ജൂയിഷ് സ്റ്റേറ്റ്. ഇസ്രായേൽ എന്ന രാഷ്ട്രം ജൂതർക്കായി രൂപീകരിക്കപ്പെട്ട വർഷം 1948. പാലസ്തീൻ. അടുത്ത് പാലസ്തീൻ വിമോചന സംഘടന. പാലസ്തീൻകാർക്ക് സ്വന്തമായൊരു രാജ്യം സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടെ സ്ഥാപിക്കപ്പെട്ട സംഘടനയാണ് പാലസ്തീൻ വിമോചന സംഘടന. പാലസ്തീൻ വിമോചന സംഘടനയുടെ സ്ഥാപക പ്രസിഡന്റാണ് യാസർ അറാഫത്ത്. പാലസ്തീനെ സ്വതന്ത്ര രാഷ്ട്രമാക്കാൻ അമേരിക്കയുടെ മധ്യസ്ഥതയിൽ ഇസ്രായേൽ ഒപ്പുവെച്ച കരാറാണ് ഓസ്ലോ കരാർ. ഓസ്ലോ കരാർ ഒപ്പുവെച്ച വർഷം 1993. അറാഫത്ത് പറഞ്ഞ ഒരു വാക്കാണ്
ഒരു കൈയിൽ സമാധാനത്തിൻ്റെ ഒലിവിലയും മറുകൈയിൽ വിമോചന പോരാളിയുടെ തോക്കുമായാണ് ഞാൻ വന്നിരിക്കുന്നത്. ഒലിവിലകൾ എൻ്റെ കൈകളിൽ നിന്ന് നഷ്ടമാകാതിരിക്കട്ടെ. അങ്ങനെ പറഞ്ഞത് യാസർ അറാഫത്താണ്. ഇനി അടുത്ത് ഗൾഫ് യുദ്ധങ്ങൾ. ഗൾഫ് യുദ്ധങ്ങൾ നടന്ന വർഷം 1991-2003 കാലഘട്ടത്തിലാണ്. ഇറാഖിലെ ഭരണാധികാരിയായ സദാം ഹുസൈൻ കുവൈറ്റിനെ ആക്രമിച്ചതിനെ തുടർന്നുണ്ടായ യുദ്ധമാണ് ഗൾഫ് യുദ്ധം. ഇറാഖിനെ ആക്രമിച്ച് കുവൈറ്റ് മോചിപ്പിച്ച സഖ്യ സൈന്യത്തിന് നേതൃത്വം നൽകിയത് അമേരിക്കയും ബ്രിട്ടനുമാണ്. പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ നിയന്ത്രണം കൈവശപ്പെടുത്തുന്നതിനും സംബന്ധിച്ചുണ്ടായ തർക്കങ്ങൾ കാരണമുണ്ടായ യുദ്ധമാണ് ഗൾഫ് യുദ്ധം. ഇതിനടുത്ത് ദക്ഷിണാഫ്രിക്കയിലെ ദേശീയ സമരം. ദക്ഷിണാഫ്രിക്കയിൽ വർണ്ണവിവേചനത്തിനെതിരെയുള്ള പോരാട്ടമായാണ് ദേശീയ സമരം നടന്നത്. വെള്ളക്കാരുടെ ന്യൂനപക്ഷ ഗവൺമെന്റ് ഭൂരിപക്ഷം വരുന്ന കറുത്ത വർഗ്ഗക്കാരോട് വിവേചനപരമായാണ് പെരുമാറിയത്. ഈ വർണ്ണവിവേചനം അറിയപ്പെടുന്നതാണ് അപ്പാർത്തീഡ്. ഇതിനെതിരെ അമേരിക്കൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നടന്ന ശക്തമായ പോരാട്ടത്തിലൂടെ ദക്ഷിണാഫ്രിക്ക സ്വാതന്ത്ര്യം നേടി. 1994 നടന്ന തിരഞ്ഞെടുപ്പിൽ നെൽസൺ മണ്ടേലയുടെ നേതൃത്വത്തിൽ ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസ് അധികാരത്തിലെത്തി. വെള്ളക്കാരിൽ നിന്നും കറുത്ത വർഗ്ഗക്കാരിലേക്കുള്ള ഈ അധികാര കൈമാറ്റം 20-ാം നൂറ്റാണ്ടിന്റെ ചരിത്രത്തിലെ നാഴികക്കല്ലാണ്. ഇനി അടുത്ത് സോവിയറ്റ് യൂണിയന്റെ തകർച്ച. മുതലാളിത്തത്തിനെതിരെ സോഷ്യലിസ്റ്റ് ബദലിന് നേതൃത്വം നൽകിയ സോവിയറ്റ് യൂണിയൻ ശിഥിലമായത് 1991. 1985 അധികാരത്തിലെത്തിയ മിഖായേൽ ഗോർബച്ച് തുടങ്ങിയ പരിഷ്കാരങ്ങളാണ് സോവിയറ്റ് യൂണിയനെ മുതലാളിത്ത പാതയിലേക്ക് അടുപ്പിച്ചത്. മിഖായേൽ ഗോർബച്ചേവിന്റെ ഭരണപരിഷ്കാരങ്ങൾ ഗ്ലാസ്നോസ്ത്, പെരിസ്ട്രോയിക്ക എന്നറിയപ്പെടുന്നു. ഗോർബച്ച് പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ച വർഷം 1991 ഡിസംബർ 25. രാഷ്ട്രീയ രംഗത്ത് തുറന്ന സമീപനം നടപ്പിലാക്കുന്നതിനായി ഗോർബച്ചേവ് കൊണ്ടുവന്ന ഭരണപരിഷ്കാരങ്ങളാണ് ഗ്ലാസ്നോസ്ത്. പൗരാവകാശങ്ങളിലുള്ള നിയന്ത്രണങ്ങളും പത്രമാധ്യമങ്ങൾമേലുള്ള നിയന്ത്രണങ്ങളും നീക്കം ചെയ്ത പരിഷ്കാരമാണ് ഗ്ലാസ്നോസ്ത്. സോവിയറ്റ് യൂണിയന്റെ സമ്പദ്ഘടന പുനഃസംഘടിപ്പിക്കുന്നതിനായി കൊണ്ടുവന്ന ഭരണപരിഷ്കാരമാണ് പെരിസ്ട്രോയിക്ക. ഉൽപാദന മേഖലയിലെ രാഷ്ട്രത്തിന്റെ നിയന്ത്രണം അവസാനിപ്പിക്കുക, കേന്ദ്രീകൃത ആസൂത്രണത്തിൽ ഇളവ് വരുത്തുക എന്നിവ ഉൾക്കൊണ്ട പരിഷ്കാരമാണ് പെരിസ്ട്രോയിക്ക. സോവിയറ്റ് യൂണിയന്റെ തകർച്ചയോടെ ശീതസമരം അവസാനിക്കുകയും അമേരിക്കയുടെ ആധിപത്യത്തിലുള്ള ഏകധ്രുവം ഉയർന്നു വരികയും ചെയ്തു.